എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് KTM ഷോറൂമിലാണ്. എന്ത് രസമല്ലേ, എല്ലാം നമ്മുടെ RC-യും അതുപോലെ തന്നെ ഡ്യൂക്ക് എല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണാൻ. ഇവിടെ നമ്മുടെ വേറെ മോഡൽസും ഉണ്ട്, അത് പക്ഷേ KTM അല്ല. എനിവേസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വാഹനത്തിന് കീ ചെയ്താൽ മനസ്സിലായി. അതെ, നമ്മുടെ ഡ്യൂക്ക് 250യുടെ പുതിയ അപ്ഡേറ്റഡ് ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇതാണ് ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചാവി കൊണ്ട് എന്താ വരാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. റെഡി ടു റേസ് കാണും. അതാണ് മെയിൻ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ LED DRLs വരുന്നുണ്ട് ഫ്രണ്ടിൽ. മുന്നത്തെ ഒരു ഇതിൽ നമുക്ക് ഹാലജനാണ് വന്നിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ നമുക്ക് അപ്ഡേഷനായിട്ട് LED DRLs ആണ് വരുന്നത്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഓൺ വെച്ചത് കാരണം അത് കാണിക്കുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് ഓൺ ആണെന്ന്. പിന്നെ നമുക്കിവിടെ ഓപ്ഷൻസ് ഈ സ്വിച്ചസ് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റൈഡ് മോഡ് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ABS സ്വിച്ച് ഓഫ് ആൻഡ് ഓൺ ആക്കാം. അതുപോലെ തന്നെ താഴത്തേക്ക് പോയ ബൈക്ക് ഇൻഫോ നമുക്ക് കിട്ടും. താഴത്തേക്ക് പോകണമെങ്കിൽ ട്രിപ്പ് ഇൻഫോ നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രിപ്പ് ഇൻഫോ സെലക്ട് ചെയ്യാം. പിന്നെ താഴത്തേക്ക് പോകണമെങ്കിൽ സെറ്റിങ്സ് വഴി നമുക്ക് ക്വിക്ക് സെലക്ടർ കണക്ടിവിറ്റി നമുക്ക് ഫോണായിട്ട് ബ്ലൂടൂത്ത് പെയർ ചെയ്യാം. ഇതെല്ലാം ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു TFT ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. അടുത്തൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയൊരു കളറാണ് വരുന്നത് ഗ്രാഫിക്സിൽ. നമുക്ക് യൂഷ്വലി വരികയാണെങ്കിൽ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വന്നിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ നമുക്ക് പുതിയൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. അതിൽ നമുക്ക് 250 എന്ന ബാഡ്ജിങ് ഓറഞ്ച് ഒരു എംബഡഡ് ആയിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്യൂക്കിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാം. പിന്നെ WPയുടെ സസ്പെൻഷനാണ് വരുന്നത്, അത് ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ വാഹനം പ്രൊഡ്യൂസ് എഞ്ചിൻ CC എന്ന് പറഞ്ഞാൽ 248 cc എഞ്ചിനാണ്. അതുപോലെ തന്നെ 30 bhp ഓഫ് പവറും അതുപോലെ തന്നെ 25 Nm ഓഫ് ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുക. നമുക്ക് ഓൾ വീൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് ഫ്രണ്ടിലും അതുപോലെ തന്നെ റെയറിലും. അത്യാവശ്യം ഒരു നേക്കഡ് ബൈക്കാണ് ഇത്. ആക്ച്വലി കാണാൻ തന്നെ നല്ലൊരു ലുക്കാണ്. പവറും അത്യാവശ്യം ടോർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25 Nm ഓഫ് ടോർക്കാണ് വരുന്നത്. പിന്നെ മൈലേജ് എന്ന് പറഞ്ഞാൽ 30.8 km/ലിറ്ററിലാണ് ഈ വാഹനം ഇതിന് മൈലേജ് വരുന്നത്. പിന്നെ കർവ് വെയിറ്റ്, അതായത് ടോട്ടൽ വെയിറ്റ് ഈ വാഹനത്തിൻ്റെ 170 കിലോഗ്രാമാണ് വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത്. ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാവരുടെയും ഒരു ടോപ്പ് സ്പീഡ് എത്ര പോകുന്നു ചോദിക്കുകയാണെങ്കിൽ 142 km/h ആണ്. 142 ആണ് ടോപ്പ് സ്പീഡ് വരുന്നത്. പക്ഷേ സൂക്ഷിക്കുക, നേരെ പോവുക, കാരണം ഇതൊരു ബൈക്ക് KTM ആണ്, ലെവൽ വേറെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഓടിക്കുക, കെയർഫുള്ളായിട്ട് ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് സേഫായിട്ട് ഓടിക്കുക. അത്യാവശ്യം പ്രൊട്ടക്റ്റീവ് ഗിയർസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കോട്ട് വരുന്നുണ്ട്, ബൈക്ക് റൈഡിങ് ഗിയേഴ്സൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് സേഫായിട്ട് റൈഡ് ചെയ്യുക. സ്പീഡ് ലിമിറ്റിൽ ഫോളോ ചെയ്തിട്ട് ഓടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൽ വരുന്ന ഫേസ് ലിഫ്റ്റ് ഫീച്ചേഴ്സ്. അപ്പോൾ നന്ദി, നമസ്കാരം. നമ്മൾ ഇതിലും നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും നന്ദി, നമസ്കാരം.